നടൻ പൃഥ്വിരാജ് സുകുമാരന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച് നടിയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ. മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. 2022 പുറത്തിറങ്ങിയ 3 സിനിമകളിൽ നിന്നും പൃഥ്വിരാജിന്റെ വരുമാനം സംബന്ധിച്ച് വിശദീകരണം തേടിയാണ് ആദായ നികുതി വകുപ്പ് മാർച്ച് 29 നോട്ടീസ് അയച്ചത്. ഈ വിവരം ഇപ്പോഴാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 29 വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമയുടെ സഹനിർമ്മാതാവാണെന്ന നിലയിലാണ് പൃഥ്വിരാജിന് ഇത്തരം നടപടികൾ സ്വീകരിച്ചത്. നടൻ എന്ന രീതിയിൽ ചിത്രത്തിൽ നിന്നും പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. സഹനിർമ്മാതാവെന്ന നിലയിൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് അമ്മയായ മല്ലിക സുകുമാരനായിരുന്നു. പൃഥ്വിക്കായി വലിയ പ്രതിഷേധം മല്ലിക ഉയർത്തുകയും ചെയ്തു. എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ കല്ലെറിയുന്നത് എന്തിനെന്ന് മല്ലിക സുകുമാരൻ ചോദിച്ചിരുന്നു. തിരക്കഥ എല്ലാവരും കണ്ടതാണ്. സീൻ നമ്പർ 1 മുതൽ എല്ലാം ആവർത്തിച്ച് വായിച്ചതിനു ശേഷം ചിത്രീകരണത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഒരു സംഘടനയുടെയും ഒരു സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നുമാണ് കൂട്ടിച്ചേർത്തത്. ആരുമില്ല, അനാഥ അവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവും എന്ന് ആരും തന്നെ വിചാരിക്കേണ്ട. ഇപ്പോഴത്തെ ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിലുള്ളതാണ് മല്ലിക സുകുമാരൻ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ച് സംസാരിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു. പൃഥ്വിരാജിന് ആരെയെങ്കിലും ചതിക്കുന്നതിന്റെയോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഒരു പൈസ വാങ്ങേണ്ടതിന്റെ ആവശ്യകതയില്ല. അങ്ങനെയൊന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കേണ്ട. പൃഥ്വിരാജിനെതിരായ ആരോപണമല്ല, ഇതെല്ലാം പറയാൻ ആരോ പണം കൊടുത്തിരിക്കുകയാണ്. എമ്പുരാന്റെ ഫിലിം മേക്കർ പൃഥ്വിരാജ് അല്ല. ഫിലിം മേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കാശുള്ളവർ പൃഥ്വിരാജിനെ വിളിച്ചു. സംവിധാനം ചെയ്യണം, ലൂസിഫറിന്റെ 2ാം ഭാഗം എടുക്കുമെന്നും പറഞ്ഞപ്പോൾ കിട്ടിയ വലിയ അവസരം പരമാവധി വിനിയോഗിച്ചു. തിരക്കഥ എഴുതിയാലും പണം മുടക്കിയാലും പ്രധാന നടനുമായ മോഹൻലാലുമായും എത്രയോ ആഴ്ചകൾ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും മല്ലിക പറഞ്ഞു. മേജർ രവിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്നും അതിനാലാണ് പ്രതികരിച്ചതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ഷെയർ ചെയ്യേണ്ട ഒരു മര്യാദ ഉണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്നും പറഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി മെസ്സേജ് ചെയ്തപ്പോൾ വലിയ സന്തോഷം തോന്നി. പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നിയല്ലോ. മറ്റാർക്കും അത് തോന്നിയില്ലെന്നും മറ്റാരും മെസ്സേജ് അയച്ചില്ലെന്നും മല്ലിക സുകുമാരൻ എമ്പുരാൻ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്.